സർ, നമ്മളിപ്പോൾ വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അപകടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും അവർ കൂടുതൽ അതിനെപ്പറ്റി കോൺഷ്യസ് ആവാൻ തുടങ്ങും. അപ്പോൾ അതായത് വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ അതുകൊണ്ടാണോ എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് നമ്മൾ എങ്ങനെയാണ് സാർ അത്? ഒരു പുതിയ വീട് പണിഞ്ഞ് നമ്മൾ താമസിച്ച് കഴിയുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലാരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീരിയസ് ഇഷ്യൂസ് വന്നാൽ അത് കോമൺ ആയിട്ട് നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ അത് ഇന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു വാസ്തു എന്നൊരു ബുക്ക് എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഒരാൾ കിടക്കുന്ന സങ്കല്പമില്ലേ, ഒരു വാസ്തു പുരുഷൻ കിടക്കുന്ന ഒരു സങ്കല്പമില്ലേ, അതുപോലെ ആ ഒരു വീടെടുത്താലും ആ ഒരു ലാൻഡ് എടുത്താലും ഒരു ഫുൾ ബോഡി പോലെ അതിന് ഫുൾ എനർജി ഉണ്ടാവും. നമുക്കുണ്ടാകുന്ന പോലെ എല്ലാ മർമ്മങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അതിന് അനുസരിച്ച് വേണം നമ്മൾ ആ വീട് പ്ലാൻ ചെയ്ത് ക്രമീകരിക്കാൻ. ഇപ്പം ചിലർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ആ ഒരു പ്ലാനിൽ കണ്ടില്ലേ, ഒരു പ്ലാൻ എടുക്കുക, ഒരു വാസ്തുപുരുഷൻ നിറഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടില്ലേ, അദ്ദേഹത്തിന് ഹെഡ് വരുന്ന പോർഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കിഴക്കുടക്ക് ഭാഗമാണ്. അപ്പോൾ കിഴക്കുടക്ക് ഭാഗമാണ് ആ ഹെഡ് വരുന്നത്. അതായത് നമ്മുടെ ഹെഡ് ഉണ്ടെങ്കിലേ നമുക്ക് ശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഹെഡ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. കാരണം വെച്ചാൽ ഒരു കയ്യോ കാലോ വിരലോ ഒക്കെ മുറിഞ്ഞു പോയാൽ നമുക്ക് ജീവൻ ഉണ്ടാവും. ഹെഡിൻ്റെ ഈ പോർഷൻ കട്ട് ചെയ്താലും ഈ പോർഷൻ കട്ട് ചെയ്താലും ഏത് പോർഷൻ കട്ട് ചെയ്താലും ആള് ഡെഡാണ്. അതായത് കിഴക്കുടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് എനർജി പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം അതിനൊരു ഭംഗിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാൻ വേണ്ടിയോ ഒക്കെ അതിൻ്റെ കിഴക്കുടക്ക് ഭാഗം ചിലപ്പം കട്ട് ചെയ്ത് കളയും. ചിലപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ നെറ്റിയുടെ ഭാഗം ഒരു ഇത്ര ഇടങ്ങൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാലും ആൾ മരിച്ചു പോകുന്ന പോലെ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗം കോർണർ മിസ്സിങ് ആകുമ്പം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ വീടിൻ്റെ അകത്തോട്ടുള്ള എനർജി ഫ്ലോ ബ്രേക്ക് ആവും. അതേപോലെ തന്നെ ഈ ചില ലാൻഡുകളുണ്ട്. ചില ലാൻഡുകൾ നമുക്ക് ഒരിക്കലും താമസയോഗ്യമല്ലാത്ത ലാൻഡുകളുണ്ട്. ചില നെഗറ്റീവ് ഫോഴ്സുകളൊക്കെ താമസിക്കുന്നതോ അല്ല ഉള്ള ലാൻഡുകളാണെങ്കിൽ നമ്മൾ കഴിവതും അതിനകത്ത് വീട് വെക്കാതിരിക്കുന്നില്ല. കാരണം വെച്ചാൽ എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ. കാരണം വെച്ചാൽ ഇപ്പം ഇടയ്ക്ക് ലാൻഡ് ഒരുപാട് വാങ്ങിച്ച് മറിച്ച് വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല പൈസ ഉള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരിതുപോലെ ആവശ്യമില്ലാതെ കുറേ ലാൻഡുകളൊക്കെ വാങ്ങിച്ചു കൂട്ടി അതോടുകൂടി അവരെല്ലാം സാമ്പത്തികപരമായിട്ടും രോഗദുരിതങ്ങളും ഒക്കെ ആയി അവരെ പലരും വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ചില ലാൻഡുകൾ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അതിനകത്തുള്ള നെഗറ്റീവ് നമ്മുടെ കൂടെ ആവും. അപ്പം ലാൻഡ് വാങ്ങിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയി. കാരണം വെച്ചാൽ എപ്പോഴും നമ്മുടെ വീതം കിട്ടിയതായിട്ടുള്ള ലാൻഡുകളൊന്നും എല്ലാവർക്കും ഒന്നും കാണണമെന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ പല സ്ഥലങ്ങളിലായി പലരും പല സ്ഥലങ്ങളിലൊക്കെ സ്ഥലം വാങ്ങിക്കുന്ന ഒരു ടൈമാണ് പലരും. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ലാൻഡ് ശുദ്ധമായിരിക്കണം. അതിനകത്ത് കാര്യമായ വിഷയങ്ങൾ ഉണ്ടാവരുത്. അതുപോലെ നമ്മൾ വീട് വെക്കുന്ന സമയത്തും വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കി ചെയ്യുക. കാരണം വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില വീടുകൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്ന വീടുണ്ട്. ഈ രണ്ടാമത് വാങ്ങിക്കുന്ന വീട്ടിൽ ഈ വിഷയമുണ്ട്. കാരണം നമ്മളൊരു വീട് പണിയുന്നത് നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മളൊരു വീട് പണിഞ്ഞിട്ട് അത് കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തോ സംതിങ് റോങ് ഉണ്ടെന്നുള്ള ഓർത്തോണം. ചിലർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ചിലർക്ക് ജോലി സംബന്ധമായിട്ടുള്ള വിഷയമായിരിക്കും. ഉള്ള ജോലി പോയി അപ്പം പിന്നെ ഇവിടുന്ന് സ്ഥലം വിടും അതിനായിരിക്കാം. അപ്പോൾ അങ്ങനെ ഓരോരോ റീസൺസ് ഉണ്ടാവും. അപ്പോൾ ആ റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ നമ്മളത് വാങ്ങിച്ചാൽ നമ്മളെ അത് ബാധിക്കാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നത് വഴി അത് നമ്മളെയും ബാധിച്ചു. അപ്പോൾ ഈ വീട് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുപിടിക്കുന്നതെങ്കിലോ എന്തെങ്കിലും? വീട് വെക്കുന്നതിന് മുമ്പ് നമ്മൾ വാസ്തു നോക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ വീട് വെക്കുന്നതിന് മുമ്പ് ഈ വിഷയങ്ങൾ നമ്മൾ സോൾവ് ചെയ്താൽ അതിന് നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും. ഇനി അത് നമുക്ക് അന്ന് നോക്കാൻ പറ്റിയില്ല, അന്ന് നമ്മൾ വാസ്തു നോക്കാൻ പറ്റിയില്ല. വീട് പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് നമ്മളിത് കാണുന്നതെങ്കിൽ അറിയാവുന്ന വാസ്തുക്കാരെ ആരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറുണ്ടോ എന്നുള്ളത് നോക്കുക. വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ പറയുന്ന പോലെ ഈ വാസ്തു സംബന്ധമായിട്ട് ഈ പെരയൊന്നും ഇടിച്ചു പൊളിച്ച് കളയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ഒരു കോർണർ ചിലപ്പോൾ മിസ്സിങ് ആയിരിക്കാം, അല്ല ചില സ്ഥലത്ത് ടോയ്ലറ്റ് ഉണ്ടാവാം. അതിനൊക്കെ നമുക്ക് റെമഡി ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും വരുന്നത് ഈ വാസ്തുവിൻ്റെ അല്ല. ഇപ്പോൾ ഒരാൾ ഒരു വീട് വെച്ചു, ആ വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഗ്രഹനാഥൻ പെട്ടെന്ന് മരിച്ചു പോയെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന വാസ്തുവിൻ്റെ വിഷയമല്ല എന്നുണ്ടെങ്കിൽ വാസ്തുവിൽ ആ വിഷയം ഉണ്ടാവില്ല. പക്ഷേ ഒന്ന് അതിനകത്ത് ലാൻഡിന് ചിലപ്പോൾ വിഷയമുണ്ടെന്നുള്ളത് നോക്കണം. ഭൂമി സംബന്ധമായിട്ട് വിഷയം സീരിയസ് ആയിട്ടുള്ള വിഷയം ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വരാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഗ്രഹനാഥൻ്റെ ജാതകം ചിലപ്പോൾ ആ സമയത്ത് സമയം വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ വരാം. അപ്പൊ ഇതിൽ ഏതാണ് ഇതിനകത്ത് പറ്റുന്നതെന്നുള്ളത് നോക്കി കാരണം റീസൺ കണ്ടുപിടിച്ച് സോൾവ് ചെയ്തെങ്കിലേ ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരമാവുകയുള്ളൂ. ഇപ്പൊ ഒരു വീടിന്റെ അകത്ത് തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയമുണ്ടെന്ന് വെച്ചോ, ആ വിഷയം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ആൾക്ക് ഓട്ടോമാറ്റിക്കലി ജോലി ഇമ്പ്രൂവ്മെന്റ് ആവണം. ആ ജോലി ഇമ്പ്രൂവ്മെന്റ് ആയില്ലെങ്കിൽ ചെയ്തേക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഓർത്തോണം. കാരണം വെച്ചാൽ ഇതിന് വലിയ താമസങ്ങളൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ പൊളിച്ചു പണിയേണ്ട കാര്യങ്ങളില്ല. ചിലപ്പം മുറിഞ്ഞു പോയ മൂലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ഭൂമി കൂടി ബേസിക് ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം തീരും. പക്ഷെ ബേസിക് ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും ടി വിയിൽ ഫൗണ്ടേഷൻ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഭൂമി വാനം തോണ്ടിയിട്ട് ഫൗണ്ടേഷൻ എടുക്കും. ഈ ഫൗണ്ടേഷൻ നമ്മൾ എടുക്കുമ്പോൾ മിനിമം നമുക്ക് 1.5 അടി താഴ്ച 1.5 അടി വീതി വേണം. ഈ ജോയിന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു മൂല മുറിഞ്ഞു പോയി എൽ ഷേപ്പിൽ മുറിഞ്ഞ പോർഷനാണ്. അത് ജോയിന്റ് ചെയ്യുമ്പോൾ ആ പോർഷൻ നമ്മൾ വാനം തോണ്ടി എടുക്കുമ്പോൾ അതിന്റെ ഭൂമിക്കടി പഴയ കെട്ടിന്റെ കല്ല് കാണുമല്ലോ, അതേ 1-2 കല്ല് നമ്മൾ ഇറക്കിയിട്ട് ഈ കെട്ടുന്ന കല്ല് അതിനകത്തൊരു തിരികെ കയറി കണക്റ്റഡ് ആയിരിക്കണം, എങ്കിലേ അതിന് പ്രയോജനം കിട്ടത്തുള്ളൂ. ഇപ്പൊ ചില ഈ പ്രോഗ്രാം കൗതിലെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണുമ്പോൾ പലരും വീടിന്റെ മൂലകൾ സ്കോർ ചെയ്യാറുണ്ട്. അപ്പൊ അവര് ചെയ്യുന്നത് എന്താ പറയുക, വീടിന്റെ മേൽഭാഗം മാത്രമാണ് കിട്ടുന്നത്. പക്ഷെ ഭൂമിക്കടിയിൽ വാനം തോണ്ടി നമുക്ക് കെട്ടണം. മേപ്പോട്ടുള്ള കെട്ടല്ല നമ്മുടെ വിഷയം. വാനം തോണ്ടി കെട്ടുമ്പം അതിനകത്തുള്ള പഴയ ഫൗണ്ടേഷനിൽ നിന്ന് 1-2 കല്ല് നമ്മൾ ഇളക്കി കെട്ടുന്ന കല്ല് തിരികെ കയറി കണക്ട് ചെയ്ത് കെട്ടിയെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഭൂമിക്കടിയിലോട്ട് നമ്മൾ കെട്ടിയേക്കുന്ന കല്ലെന്ന് പറയുന്നത് വെട്ടുകല്ലായിരിക്കും, ചിലയിടത്ത് കരിങ്കല്ലായിരിക്കും. വെട്ടുകല്ലാണ് വെട്ടുകല്ല് തന്നെ കണ്ടിന്യൂ ചെയ്യണം, കരിങ്കല്ലാണ് കരിങ്കല്ല് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ വാർക്കാനാണെന്ന് അത് വിചാരിക്കില്ല, ഫൗണ്ടേഷൻ വാർത്ത് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇത് ഏതാണോ അതിൻ്റെ അടിയിൽ കിടക്കുന്ന മൂലകം അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ, എങ്കിലേ നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്ത് ക്ലിയർ ആയി, പക്ഷെ അനുഭവത്തിൽ നമുക്കൊന്നും അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക.